അതായത് വളരെ ദുരൂഹമായ ഒരു കസ്റ്റഡി മരണം ഉന്നതരുടെ സ്വാധീനത്താൽ ഒളിപ്പിക്കാൻ നടത്തിയ ഒരു ശ്രമമാണ് റിപ്പോർട്ടർ TV പൊളിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് CBI എത്തിയത്. അറിയേണ്ടത് ഇനി ഈ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഇത് എത്തേണ്ടതല്ലേ എന്നുള്ളതാണ്. കാരണം നിയമസഹായം പോലും ഈ കുറ്റകൃത്യം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു DYSP VV ബെന്നി അടക്കമുള്ളവരെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടല്ലോ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ. ഉറപ്പായിട്ടും അരുൺ, കാരണം അവിടെ താമിർ ജഫ്രിയെ മർദ്ദിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥരെ CBI സംഘം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡാൻസ് ഓഫ് അംഗങ്ങൾക്ക് താമിർ ജഫ്രിയെയും സംഘാംഗങ്ങളെയും പിടികൂടാനും അവരെ ഇങ്ങനെ മർദ്ദിക്കാനും സാഹചര്യമൊരുക്കിയത് ആരുടെ പ്രേരണയാലാണ്? ആരാണ് അതിന് ഗൂഢാലോചന നടത്തിയത്? അതിൻ്റെ ഉത്തരമാണ് ഇനിയിപ്പോൾ സ്വാഭാവികമായും CBI തേടുക. ഇന്നിപ്പോൾ ഈ അറസ്റ്റ് 9 മാസം അല്ലെങ്കിൽ 8 മാസം വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശാസ്ത്രീയമായ തെളിവുകൾ പൂർണ്ണമായി കിട്ടിയാൽ മാത്രം അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സാധാരണ CBIയുടെ ഒരു അന്വേഷണ രീതി. അതുകൊണ്ട് തന്നെ ഈ 4 പേർ കുറ്റം ചെയ്തു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതിന് ശേഷമാണ് 4 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇനിയുള്ള ഘട്ടം കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം SP-യുടെ പങ്കാണ്, മറ്റൊന്ന് DYSP-യുടെ പങ്കാണ്. ഒന്നുകൂടി പറഞ്ഞാൽ റിപ്പോർട്ടർ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്തയിൽ വളരെ ആധികാരികമായി നമ്മൾ പറയുന്നു, നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ച് DYSP ബെന്നി ഈ കേസിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിലവിൽ നമ്മുടെ കയ്യിൽ സുജിത്ദാസിനെതിരായി എവിഡൻസുകൾ നമുക്ക് പറയാനില്ല. സുജിത്ദാസിൻ്റെ ഭാഗമായി വരുന്നത് ഡാൻസ് ഓഫ് സംഘാംഗങ്ങൾ. നേരത്തെ അരുണും മുബഷീറും അഷ്കറും പറഞ്ഞതുപോലെ SP-യുടെ നേരിട്ട് കീഴിലുള്ള സംഘമാണ്. SP അറിയാതെ അവർ ചലിക്കില്ല. പക്ഷേ അരുൺ, അതിലൊരു ചോദ്യം, നേരത്തെ അരുൺ ARVRൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ചേളാരി എന്ന പ്രദേശത്ത് അവിടെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും പിന്നെയും 2 പോലീസ് സ്റ്റേഷനിൽ കടന്ന് അത് VV ബെന്നിയുടെ അധികാര സ്ഥലത്തേക്ക് എത്തിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അവിടെയാണ് കൃഷ്ണലാൽ നമ്മോട് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ പ്രസക്തമാകുന്നത്. തന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി തൻ്റെ തലയിൽ താമിർ ജഫ്രിയുടെ കൊലപാതകം കെട്ടിവെക്കുകയായിരുന്നു VV ബെന്നി എന്നാണ് കൃഷ്ണലാൽ പറഞ്ഞത്. കൃഷ്ണലാലോട് ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് വൈരാഗ്യം തീർക്കുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ കൃഷ്ണലാലിൻ്റെ വെളിപ്പെടുത്തൽ ഞങ്ങളെന്ന് സംപ്രേഷണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത താമിർ ജഫ്രിയെ പിടിച്ച സമയത്ത് ഒരടി പോലും അടിക്കാത്ത SI കൃഷ്ണലാൽ ഒരുപക്ഷെ ഇന്ന് 4 ഡാൻസ് ഓഫ് അംഗങ്ങളുടെ കൂടെ ജയിലിലേക്ക് പോകുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും വിവരം അനുസരിച്ച് കൃഷ്ണലാലിന് ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ നിന്ന് ആ അർത്ഥത്തിൽ ഒഴിവാകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരപരാധിയായിരുന്ന കൃഷ്ണലാലിനെ പ്രതിയാക്കാൻ നടത്തിയ ശ്രമം കൂടിയാണ് റിപ്പോർട്ടർ TV പ്രസാദും മുബഷീറും അഷ്കർ അലി കരിമ്പയും നടത്തിയ അന്വേഷണത്തിന്റെയും റിപ്പോർട്ടിന്റെയും ഒടുവിൽ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്.